രാധേ, എന്ത് പ്രശ്നമാണ് ഉണ്ടായേ? ഒന്നുമില്ല. ചന്ദ്രനാരെന്തെങ്കിലും? നടക്ക്. നോക്കി നടക്ക്, അല്ലെങ്കിൽ വീഴും. നീ എന്തിനാണ് ഈ അറിയത്ത് വന്ന് കിടന്ന് തണുപ്പടിക്കണത്? വല്ല സൂക്കേടും വരും. ആ സൂക്കേട് വന്നോട്ടെ, അതിന് തള്ളയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മലന്ന് കിടന്നാ ഞാൻ നോക്കണം. അതിനാള് വന്നിട്ടുണ്ട്. ഓ, ഇപ്പൊ അമ്മ പുറത്ത്. തള്ളേ, ദേ അവളുടെ അടുത്ത് നാക്കിട്ടടിക്കരുത് കേട്ടോ. വേണ്ട, ഞാൻ തൊഴുതു നിന്നോളാം. അയ്യോ, തൊഴുവൊന്നും വേണ്ട, തൊഴിക്കാണ്ടിരുന്നാ മതി. ഒരു തൊഴിലുകാരി ഇറങ്ങിയിരിക്കുന്നു. എടാ ദിവാരാ, ആ കൊച്ചു കയറി ഒന്ന് ദിവസമെങ്കിലും നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇനി വന്നേ, വായി വെക്കാൻ കൊള്ളാവുന്നല്ലോ ഉണ്ടാക്കി കൊടുക്കണം. അവള് കട്ടിൽ കിടന്നോട്ടെ, അമ്മ വായ കിടന്നാ മതി. ഞാൻ പായൽ കിടന്നോളാം, അമ്മായി കട്ടിൽ കിടന്നോട്ടെ. ഉളുമ്പുനാറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു തലേന്ന് കൊടുക്കണം കേട്ടോ അല്ലേ. ഒരു പാട്ടും കൂടെ പാടി കൊടുക്കണോ ഉറങ്ങാൻ? എടാ നേലത്ത് നിക്കട്ടെ, തലേ കയറ്റി വെക്കല്ലേ. പിന്നെ എന്നും എന്റെ കൂടെ കിടത്താനാണോ വിചാരിച്ചേക്കണേ? പിന്നോടെ കിടത്താൻ? എടാ മരക്കഴുതേ, ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം കാര്യം നടത്താൻ നോക്ക്. അല്ലാണ്ട് ഇറയത്ത് പായം വിരിച്ച് പട്ടിയെ പോലെ കാല് നിൽക്കാണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ. അവന്റെ ഒരു അല്ലേ ആരാടി അത്? പപ്പേച്ചിയുടെ വീട്ടില് ആശാരിപ്പണിക്ക് വന്ന ആളാ. എന്താണ് നീ അവനായിട്ട്? ഒന്നുമില്ല. നീ ഒന്ന് വിളിച്ച് ചോദിക്കാം അവളോട്. എന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തമുണ്ടോ? അവളെ ഇന്നും ഇന്നലെയാണോ നമ്മൾ കാണുന്നത്? ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കാണുന്ന മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യ. അതെങ്ങനെയാ? ചീത്ത മാത്രല്ലേ കാണൂ. ഞാൻ കാണുന്നത് പറയണത് മുഴുവൻ ചീത്ത. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര് ആയിക്കോട്ടെ. ഞാൻ ഒരക്ഷരം മിണ്ടണില്ല. നീയായി നിന്റെ പാടായി. ഓ പിന്നെ മിണ്ടാണ്ടിരിക്കണ ഒരു മുതല്. ഒന്നല്ലെങ്കിൽ വായ തൊന്നിക്കെട്ടണം, എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കകത്തോട്ട് ഈ ഉരുക്കി ഒഴിക്കണം. നീ ഉറങ്ങിയില്ലേ? അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. സ്വഭാവം അറിയാലോ. അമ്മായി പറഞ്ഞത് ശരിയാ. ഞാനും ശശിയേട്ടനും ഇഷ്ടത്തിലാ. ഞങ്ങള് ഒന്ന് ചോദിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നാനിപ്പോ എന്റെ മോളെ, അതിന് മാത്രം എന്താ തെറ്റാണ് അവൾ ചെയ്തത്? ഇന്നിപ്പം മരം ഇളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ ഒരുപാട് ചെറിയ നീ അപ്പൊ 100 രൂപ വാങ്ങിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറഞ്ഞ ആട്ടെ, നീ അത് മുഴുവൻ ഇന്നലെ നശിപ്പിച്ചില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? രാധയുടെ കാര്യമാണ് ചോദിച്ചത്. അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇനിയുള്ള പേര് പോലും നീ ഓർത്താ കൊല്ലും ഞാൻ. രണ്ടിനെ കൊല്ലും. ഇനി ഒന്നും ചെയ്യില്ല.